നമസ്കാരം. ഇൻഫോ സയൻസിൻ്റെ സയൻസ് ടോക്ക് സീരീസിലേക്ക് സ്വാഗതം. സൂക്ഷ്മജീവികൾ ജീവിലോകത്തിൻ്റെ ഏറ്റവും ചെറിയ അംഗങ്ങളാണെങ്കിലും അവയുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഘടനകളും പ്രവർത്തനങ്ങളും ശാസ്ത്രജ്ഞരെ എന്നും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. അവയിൽ പ്രധാനപ്പെട്ട ഒരു ഘടനയാണ് ഫ്ലജെല്ല. ഇത് ബാക്ടീരിയയുടെ ചലനമുള്ള ഉപകരണം മാത്രമല്ല, പ്രകൃതിയിലെ തന്നെ ഏറ്റവും ചെറിയ കാര്യക്ഷമമായ ഒരു നാനോ മോട്ടോർ കൂടിയാണ്. ഫ്ലജെല്ലയുടെ രൂപകൽപ്പന വളരെ സൂക്ഷ്മവും കൃത്യവുമാണ്. ഇത് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഫിലമെൻറ്റ്, കോശത്തിൻ്റെ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നൂൽ പോലെയുള്ള ഭാഗം. ഇതാണ് ചലനത്തിന് നേരിട്ട് സഹായിക്കുന്ന ഘടന. ഹൂക്ക്, ഫിലമെൻറ്റിനെയും ബേസൽ ബോഡിനെയും ബന്ധിപ്പിക്കുന്ന വളഞ്ഞ ഭാഗം. ഇതിലൂടെ ചലനത്തിന് ആവശ്യമായ ദിശാനിയന്ത്രണം ലഭിക്കുന്നു. ബേസൽ ബോഡി, കോശത്തിനകത്ത് റോട്ടറി മോട്ടോർ പോലെ പ്രവർത്തിക്കുന്ന ഘടകം. ഇത് പ്രോട്ടോൺ ഗ്രീഡിൻ്റെ എനർജി ഉപയോഗിച്ചാണ് ഭ്രമണം സൃഷ്ടിക്കുന്നത്. ഫ്ലജെല്ലയുടെ സഹായത്തോടെ ബാക്ടീരിയ വെള്ളത്തിലൂടെ റൺ ആൻഡ് ടംബിൾ രീതിയിൽ സഞ്ചരിക്കുന്നു. നേരെ പോകുമ്പോൾ റൺ എന്നും ദിശ മാറ്റുമ്പോൾ ടംബിൾ എന്നും വിളിക്കുന്നു. ഫ്ലജെല്ല ഒരു സാധാരണ ഘടന മാത്രമല്ല, അത് മനുഷ്യൻ രൂപകൽപ്പന ചെയ്ത ഏത് യന്ത്രത്തെക്കാളും കാര്യക്ഷമമായ ഒരു നാച്ചുറൽ നാനോ മെഷീനാണ്. ഏതാണ്ട് 20 മുതൽ 30 നാനോമീറ്റർ വ്യാസം മാത്രം. വേഗമാകട്ടെ 20,000 മുതൽ 1,00,000 RPM വരെ. പ്രോട്ടോൺ അല്ലെങ്കിൽ സോഡിയം ഗ്രേഡിയൻ്റാണ് ഇതിനായി ഉപയോഗിക്കുന്ന ഊർജ്ജം. വളരെ കുറഞ്ഞ എനർജി ഉപയോഗിച്ച് സ്ഥിരമായ പ്രവർത്തനം ഇതിൻ്റെ കാര്യക്ഷമത കാണിക്കുന്നു. ഫ്ലജെല്ലയുടെ പ്രവർത്തനം ശാസ്ത്രലോകത്തിന് വലിയൊരു പ്രചോദനമാണ്. ഫ്ലജെല്ലയെ അനുകരിച്ച് വെള്ളത്തിലൂടെ നീന്തുന്ന ചെറിയ റോബോട്ടുകൾ വികസിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡ്രഗ് ഡെലിവറി, ഭാവിയിൽ നാനോ ബോട്ടുകൾ രക്തത്തിൽ സഞ്ചരിച്ച് കൃത്യമായ സ്ഥലത്ത് മരുന്നെത്തിക്കാനാകും. ബയോസെൻസറുകളുടെ സഹായത്തോടുകൂടി വിഷാംശങ്ങൾ കണ്ടെത്താൻ ഫ്ലജെല്ല പ്രവർത്തനം മാതൃകയെ ഉപയോഗിക്കുന്നു. ബാക്ടീരിയകളുടെ ചലനത്തെ നിയന്ത്രിച്ച് രോഗകാരികളെ ചെറുക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതിലും ഫ്ലജെല്ലയുടെ പ്രവർത്തനം അനുകരിക്കാവുന്നതാണ്. ഫ്ലജെല്ല നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ എഞ്ചിനീയറും കണ്ടുപിടുത്തക്കാരനും. ഒരു നേർത്ത നൂൽ പോലെ തോന്നുന്ന ഫ്ലജെല്ല ജീവികളുടെ സാധാരണ ചലനോപകരണം മാത്രമല്ല, പ്രകൃതിയിലെ ഏറ്റവും കാര്യക്ഷമവും അത്ഭുതകരമായ നാനോ മോട്ടോർ കൂടിയാണ്. മറ്റൊരു ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.